നമ്മുടെ കുട്ടികൾക്കാണ്. +2 പഠനം കഴിഞ്ഞ് ഇനി എന്ത് എന്ന അവരുടെ ചിന്തയിലേക്കാണ് ഇത്തരം നഡ്ജ് ടെക്നിക്ക് കടന്നു വരുന്നത്. ഇതോടെ ഓട്ടോമാറ്റിക് തിങ്കിങ് പ്രവർത്തിച്ചു തുടങ്ങുന്നു. പരസ്യങ്ങളുടെ പ്രലോഭനത്തിൽപ്പെട്ട് മറ്റൊന്നും ആലോചിക്കാതെ രക്ഷിതാക്കളും കുട്ടികളും അതിൽ വീണു പോകുന്നു. ഒടുവിൽ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം തന്നെ വഴിമാറിപ്പോയ എത്രയോ കഥകളുണ്ട്. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇപ്പോൾ +2ൻ്റെ പരീക്ഷ നടക്കുന്ന കാലത്ത് കുട്ടികളുടെ ബൗദ്ധിക തലത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള മേഖല ആലോചിച്ചും അന്വേഷിച്ചും കണ്ടെത്താൻ നമുക്ക് കഴിയണം. അവിടെ ഓട്ടോമാറ്റിക് തിങ്കിങ് അല്ല, റിഫ്ലക്റ്റീവ് തിങ്കിങ് ആണ് വേണ്ടത് എന്ന് മാതാപിതാക്കളും മക്കളും തിരിച്ചറിയണം. തിരിച്ചു പോയിട്ട് തിരുത്താൻ കഴിയാത്ത ഒന്നാണ് ജീവിതം എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. കേട്ടില്ല. അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളുടെ അംഗീകാരം, ജോലി സാധ്യത എന്നിവ കൃത്യമായി മനസ്സിലാക്കി വേണം ഏതൊരു കോഴ്സിനും ജോയിൻ ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള LBS നടത്തുന്ന 130 കോഴ്സുകളും കേരള സർക്കാർ സ്ഥാപനമായ CDTന്റെ 35ഓളം തൊഴിലധിഷ്ഠിത കോഴ്സുകളുമാണ് വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്കായി ഒരുക്കുന്നത്. വിവിധ കോഴ്സുകളെക്കുറിച്ചും സ്ഥാപനങ്ങളെക്കുറിച്ചുമുള്ള കൌൺസിലിംഗ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.